ബംഗാളിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദു മെജോറിറ്റി ഏരിയകളിൽ പോളിംഗ് കുതിച്ചുയരുന്നു എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. ഏകദേശം 45 മുതൽ 50% വരെ ഇതിനോടകം തന്നെ ഹിന്ദു മെജോറിറ്റി ഏരിയകളിൽ പോളിംഗ് കുതിച്ചുയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും മൂന്ന് ഡിസ്ട്രിക്റ്റിലാണ് ഹിന്ദു മെജോറിറ്റി ഏരിയകൾ ഉള്ളത്. ഇവിടെയെല്ലാം തന്നെ ഗംഭീരമായി പോളിംഗ് കുതിച്ചുയരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമുക്കറിയാം മമതാ ബാനർജി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഹിന്ദുക്കളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാനായി കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. വ്യാപകമായിട്ടുള്ള സംഘർഷങ്ങൾ അഴിച്ചുവിട്ടു, ബോംബുകൾ എറിഞ്ഞു, പോളിംഗ് ബൂത്തിന് മുമ്പിൽ, അതായത് ഹിന്ദു മെജോറിറ്റി ഉള്ള പോളിംഗ് ബൂത്തിന് മുമ്പിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി. അതുകൊണ്ട് ഭയന്ന് ഹിന്ദുക്കൾ വരാതിരുന്നു. എന്നാൽ ഇത്തവണ അമിത്ഷാ പറഞ്ഞത് നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പിറകിൽ ഒരാളുണ്ട്, അത് മറ്റാരുമല്ല ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾക്ക് ഇത്തവണ കൃത്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബോംബ് പോലും പൊട്ടില്ല, ഒരു സ്ത്രീ പോലും ബലാത്സംഗം ചെയ്യപ്പെടില്ല, ഒരു ഗുണ്ട പോലും റോഡിൽ നിങ്ങളെ തടയില്ല എന്നാണ് അമിത്ഷാ കൃത്യമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിന്ദു മെജോറിറ്റി ഏരിയകളിൽ പോളിംഗ് കുതിച്ചുയരുന്നു 3 ഡിസ്ട്രിക്റ്റുകളിൽ എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പ്രധാനമായും പൂർബ ബർധാമൻ, അവിടെ ഇപ്പോൾ തന്നെ 50% പോളിംഗ് കടന്നു കഴിഞ്ഞു. ഹൂഗ്ലിയിൽ ഇപ്പോൾ തന്നെ 50% പോളിംഗ് കടന്നു കഴിഞ്ഞു. നാദിയയിൽ ഇപ്പോൾ തന്നെ 40% പോളിംഗ് കടന്നു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. 11 മണിയോടെ തന്നെ ഈ 3 മേഖലകളിലും 40% പോളിംഗ് കടന്നു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സോ ഫാർ ദ ടോപ്പ് 3 ഡിസ്ട്രിക്ട്സ് ആർ ഹിന്ദു മെജോറിറ്റി ഏരിയാസ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ജസ്റ്റ് മലയാളം.